ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ശിവസേന സഖ്യം മുന്നിലാണെന്ന് ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നു. മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ മിക്കതും ബി.ജെ.പി. ശിവസേന സുഖകരമായി വിജയിക്കുമെന്ന് കാണിക്കുന്ന പ്രവണതകളുള്ളതിനാൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെയും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും പാർട്ടി പ്രവർത്തകരെയും അഭിനന്ദിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലഡാക്കിലെ സിവിൽ സൊസൈറ്റി നേതാക്കളുമായി അടുത്ത റൗണ്ട് യോഗം 2026 ഫെബ്രുവരി 4 വിളിച്ചു ചേർത്തു. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആഭ്യന്തര സഹമന്ത്രി നേതൃത്വം നൽകുന്ന ഉന്നതാധികാര സമിതിയുടെ യോഗം നടക്കുന്നത്. തെക്കുകിഴക്കൻ ഇറാനിലെ ചബഹാർ തുറമുഖത്ത് പ്രവർത്തനങ്ങൾ തുടരുന്നതിനുള്ള മാർഗങ്ങൾ സംബന്ധിച്ച് ഇന്ത്യ അമേരിക്കയുമായും ഇറാനുമായും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുതിയ US ഉപരോധങ്ങളുടെ വെളിച്ചത്തിൽ ചബഹാറിലെ പ്രവർത്തനങ്ങൾ ഇന്ത്യ അവസാനിപ്പിക്കുകയാണെന്ന് സമീപകാല മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗ്രീൻലാൻഡ് നിയന്ത്രിക്കുന്ന അമേരിക്കയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ രാജ്യങ്ങൾ താരിഫ് ചുമത്തി ശിക്ഷിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചു. കോപ്പൻഹേഗനിൽ ഒരു കോൺഗ്രസ് പ്രതിനിധി സംഘം ഡാനിഷ് ഗ്രീൻലാൻഡ് നിയമനിർമ്മാതാക്കളെ സന്ദർശിച്ച് പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ സന്ദേശം വന്നത്.